നാളിതുവരെയും ഞാൻ ഒരു സിനിമയുടെ വിജയത്തിൽ അതിയായി സന്തോഷിച്ചിട്ടില്ല. കാര്യം ഇതെല്ലാം ഒന്നും കോൺസ്റ്റന്റ് അല്ല ലൈഫിൽ. ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ ചോദിച്ച റോള് കിട്ടിയിട്ടേ ഇല്ല. ലോകത്ത് ലഹരിയുടെ ഉപയോഗം നടക്കുന്നത് സിനിമയിൽ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സിനിമയുടെ ബഡ്ജറ്റ് അത് കുറേയൊക്കെ എൻ്റേതായിരിക്കില്ലേ. അത് പുറത്തു വിടുക എന്ന് പറയുന്നത് എൻ്റെ കൂടി പെർമിഷൻ ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളീ പറയുന്ന ഗ്രേറ്റ് ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ പുറംകാലിനടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് കിട്ടിയൊരു അവസരം ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല കാര്യങ്ങളെ അതിനോടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. തൊഴിലിനെ ബാധിക്കരുത്. ഒരു സിനിമ എന്ന് പറയുന്നത് 100 ശതമാനം പേരുടെ എഫേർട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അവസരങ്ങൾ ഈ സൗഹൃദ സർക്കിളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവസരങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു റോള് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടോ? വൻ പരാജയമാണ്, ചെറുതല്ല, മറ്റേ ദയനീയ പരാജയം എന്നൊക്കെ പറയില്ലേ. ഇതുവരെ എനിക്കുണ്ടല്ലോ, ഇപ്പോൾ എന്നോട് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ താരങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളടക്കം ചോദിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കിട്ടൂല, നീ ഇപ്പോൾ ചോദിച്ചു വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ ചോദിച്ച റോള് കിട്ടിയിട്ടേ ഇല്ല. പെരുമാനി എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം സുഹൃത്തായിരുന്നു. അപ്പം ഞാൻ പുള്ളീനെ വിളിച്ചപ്പോൾ അതേപോലെ ഒരു സിനിമ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ വേഷം ചെയ്യാൻ താല്പര്യമുണ്ട്. അതായത് ഇനി അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ഈ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്ത് അങ്ങനെയായിരുന്നു എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിനപ്പോൾ അങ്ങനെ ആ സിനിമ നടക്കാൻ സാധ്യതയുള്ളപ്പോൾ അത് വേറെ ഏതോ കാസ്റ്റിങ്ങിലേക്ക് തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ആ ക്യാരക്ടർ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ലൈഫ് ടൈമിൽ ഈ 16 വർഷത്തിൽ ഒരു വേഷമായിരിക്കും ചോദിച്ചിട്ട് കിട്ടിയേക്കുന്നത്, അത് പെരുമാനിയില്ല. അപ്പം ഞാൻ ഇന്ന് വരെ ഒരാളോട് ചാൻസ് ചോദിച്ചിട്ട് എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. ഞാൻ ചാൻസ് ചോദിക്കൽ വളരെ കുറവാണ്. 1-2 പേരോട് ചോദിച്ചു. അത് ഒരു തരത്തിലും എനിക്കെപ്പോഴും സിനിമകൾ കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് അടുത്ത സിനിമയിലേക്കാണ്. അതായത് ഒരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങൾ മസാല റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സിനിമ അതിൽ ഞാൻ സൗബിനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രേമത്തിൻ്റെ ഓഡീഷന് പോയിട്ട് ഞാൻ അൽഫോൺസായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ മച്ചാൻ, ഇപ്പോൾ മസാല റിപ്പബ്ലിക്കിലൊക്കെ നിങ്ങളെ മാർക്കറ്റിലൊക്കെ ഇന്ന് സംസാരിക്കുന്നില്ലേ, അത്ര റിയൽ ആയിരിക്കണമെന്ന് പറഞ്ഞു. മസാല റിപ്പബ്ലിക് കൊണ്ട് എനിക്ക് തോന്നുന്നു ലോകത്ത് ഗുണമുണ്ടായ ഒരു ആക്ടർ ഞാനായിരിക്കും. അതാണ് അതിൻ്റെ റിയാലിറ്റി. ആ സിനിമ വേറൊരു തരത്തിൽ ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്, പക്ഷേ അങ്ങനെ ഒരുപാട് ആളുകൾ കണ്ട സിനിമയല്ല. അപ്പോൾ എനിക്ക് എപ്പോഴും അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഒരു സിനിമയിൽ നിന്ന് മാത്രമാണ്. ഞാൻ ചാൻസ് ചോദിച്ചിട്ടൊന്നും, അല്ലെങ്കിൽ ഓക്കെ വിനയ് ഫോട്ടോ നല്ല മനുഷ്യനാണ്, ഇവർ റോൾ കൊടുക്കാത്തതുകൊണ്ട് ആരും തന്നിട്ടില്ല. ഈ വിനയ്ക്ക് ഇപ്പം അഭിനയത്തിനും അപ്പുറം ഒരു എഴുതുക, നിർമ്മിക്കുക, സംവിധാനം ചെയ്യുക, സമകാലീനായ ഒരുപാട് പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ്ങുകളുണ്ടോ? എഴുത്തെന്ന് പറയുന്നത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എഴുതണമെങ്കിൽ എന്തെങ്കിലും എഴുതുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരുപാട് വായിക്കുകയും ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയുന്നൊരു പരിമിതി എനിക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എനിക്ക് ഒരുപാട് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ ആട്ടം, ഫാമിലി, അല്ലെങ്കിൽ പെരുമാനി, ഈ സംശയം, ഈ 4 പരിപാടിയും നല്ല ഗംഭീര റൈറ്റേഴ്സിൻ്റെ സിനിമയാണ്. അപ്പോൾ പെരുമാനി ഒരുപാട് ആളുകളിലേക്ക് ആ സിനിമ എത്തുകയൊന്നും ചെയ്തില്ല. എന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് വളരെ നല്ല തിരക്കഥയാണ്, വളരെ നല്ലൊരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇത്ര നല്ല റൈറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് അങ്ങനെ എഴുതാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ മറ്റ് മേഖലകളുടെ പരിപാടി നമ്മൾ സ്വാഭാവികമായിട്ടും നടക്കും. കാര്യം ആക്ടേഴ്സ് ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ഏതാണെന്നറിയും. ഇപ്പം ഞാൻ ലിജോ ചേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആക്ടറാണല്ലോ. അപ്പം ഞാനൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. എനിക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ സ്ട്രഗിളില്ല. അപ്പോൾ ലിജോ ചേട്ടൻ്റെ പരിപാടി എനിക്ക് തൊട്ടടുത്ത് നിന്നിട്ട് ഒബ്സർവ് ചെയ്യാം. പുള്ളി എങ്ങനെയാണ് ആ സ്ക്രീൻ പ്ലേ നമുക്ക് ബൈഹാർട്ടായിരിക്കും. അപ്പോൾ ആ സ്ക്രീൻ പ്ലേ എങ്ങനെ സിനിമയിലേക്ക് ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ മഹേഷ് ചേട്ടൻ്റെ കൂടെ ഇരിക്കാം, അല്ലെങ്കിൽ ഞാൻ സിബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു മലയാള സിനിമയിൽ ഒരു 85 to 90% ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അത്തരം കാര്യങ്ങളുടെ പരിപാടി എവിടെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. എനിക്ക് പ്ലാനിങ് ഒന്നുമില്ല, പക്ഷേ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. പക്ഷേ ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ക്യാമറയുടെ പുറകെ ഇരിക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യുക. ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാം ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ അപ്രീസിയേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ പിറകിൽ ഈ സിനിമ അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും സംഭവിച്ചേക്കാം, അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. പക്ഷേ എഴുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയാണല്ലോ, അത് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു എനിക്ക് തോന്നുന്നു ഭയങ്കര. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലായാലും എഴുത്തുകാർ ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ ബഹുമാനവും ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ റെമ്യൂണറേഷനും എല്ലാം. കാര്യം ഒരു തിരക്കഥയാണ് ഒരു സിനിമയുടെ നട്ടലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഒരു തിരക്കഥ, ഒരു ഗംഭീര തിരക്കഥ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യാം. ഇപ്പം ഒന്നും ബിൽഡ് ചെയ്തില്ലെങ്കിൽ കൂടി ആ സിനിമ നന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു വെച്ചാൽ കൂടി. ഇപ്പോൾ കുറച്ച് മുന്നേ വിനയ് പറഞ്ഞു നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം 11 മണിക്ക് എത്തുന്നതും വൈകുന്നേരം എത്തുന്നതായിട്ടുള്ള അങ്ങനെ കുറച്ചധികം ആളുകളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം പല ഇഷ്യൂ അധികം ആളുകളുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ ഇത്ര വർഷം വർക്ക് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ മേജറായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ആളുകളുണ്ടെന്ന് പറയപ്പെടുന്നു, എനിക്ക് അങ്ങനെ അറിയുള്ളൂ. അപ്പം നമുക്കിപ്പോൾ പല ഇഷ്യൂസ് ഇപ്പം ന്യൂസ് ചാനലിൽ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും വിനയ് കാണുന്നുണ്ട്. ഇപ്പോൾ സിനിമ സെറ്റുകളിൽ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലഹരി കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊക്കെ ഒരു വിനയുടെ ഒരു അതിനൊപ്പം തന്നെ പല സിനിമകളുടെ കണക്കുകളും ഇപ്പോൾ പുറത്തു വിടുന്നു അസോസിയേഷൻ. അങ്ങനെ മൊത്തത്തിൽ ഒരു എരിവും ഒരു പുകച്ചിൽ പലയിടത്തും നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ടേക്ക് എന്താണ് വിനയുടെ? ആദ്യത്തെ പരിപാടി മറ്റേ ലഹരിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. അത് വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതായത് അതെൻ്റെ പേഴ്സണൽ കോളാണ്. അത് ഒരു ഭയങ്കര പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ഭയങ്കര ഈ പറയുന്ന പോലെ ഞാൻ ഭയങ്കര ചേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചെയ്യുന്ന തൊഴിലിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ഈ ഒരുപക്ഷെ ഒരു 4ാം ക്ലാസ് മുതലൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ മറ്റേ ഫോക്കസ് ഡീവിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നടനെ സംബന്ധിച്ച് ശരീരം, മനസ്സ്, ശബ്ദം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ നമ്മൾ മനുഷ്യനാകുക എന്ന് പറയുന്നില്ല, നമ്മൾ ആനിമൽസ് ആണല്ലോ ശരിക്കും. നമ്മൾ എല്ലാവരും നമ്മളൊരു ഇത്ര പ്രോഗ്രസ് ചെയ്യാനും അല്ലെങ്കിൽ ഒക്കെ കാരണം നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബോഡീനെ അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ബോഡീനെ അല്ലെങ്കിൽ ആ റെസ്പെക്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് കിട്ടിയൊരു അവസരം ഉണ്ടല്ലോ. നമ്മൾ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല കാര്യങ്ങളെ അതിനോടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തൊഴിലിനെ ബാധിക്കരുത്. ഒരു സിനിമ എന്ന് പറയുന്നത് 100-100 ചില്ലാനം പേരുടെ എഫേർട്ടാണ്. അപ്പം നമ്മളുടെ ഒരു പരിമിതി കൊണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശീലം കൊണ്ടിട്ട് മറ്റേ സിനിമയെ ബാധിക്കരുതെന്ന് പറയുന്ന ഒരു അല്ലാതെ ഒരാളുടെ ഇപ്പം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യം അനുശാസിക്കുന്ന നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊണ്ടിട്ടുള്ള നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തു ആവാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ലോകത്ത് ലഹരിയുടെ ഉപയോഗം നടക്കുന്നത് സിനിമയിൽ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സമൂഹത്തിൻ്റെ ഈ പറയുന്ന എല്ലാ മേഖലകളിലും പലതരത്തിലുള്ള ആളുകളുണ്ട് അല്ലേ. നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത് ഭയങ്കര മോശമാണ്, ജനറലൈസ് ചെയ്യുന്നത് മോശമാണ്. അപ്പോൾ അതിനോടുള്ള ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഒരു പറ്റം ആളുകൾക്ക് നിങ്ങളെ കൊണ്ടിട്ട് നിങ്ങളുടെ ശീലം കൊണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു നടൻ കള്ളു കുടിക്കാൻ പാടില്ല, ലഹരി, അതൊക്കെ നമുക്ക് പറയാൻ നമ്മളാളല്ല, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഈ കണക്കുകളൊക്കെ പുറത്തു അതിനെപ്പറ്റിയൊക്കെ എനിക്കതിനെ കുറിച്ചിട്ട് ഈ പറയുന്ന പോലെ ഒരു ആധികാരികമായിട്ട് പറയാനുള്ളൊരു നോളജ് ഇല്ല. ഞാൻ പലതും പറയുന്നത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്നാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ കാലവും സിനിമയുടെ ഒരു വിജയ ശതമാനം എന്നൊക്കെ പറയുന്നത് ഒരു 10% ഒക്കെ ആയിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചിട്ട് റിസർച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരം പരിപാടികളത് ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയില്ല. അപ്പോൾ പിന്നെ അതെവിടെയോ ഇപ്പം ഞാൻ നാളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഒരു ചെറിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൽ എവിടെയോ എൻ്റെ ഒരു പേഴ്സണൽ പരിപാടിയില്ല. ആ സിനിമയുടെ ബഡ്ജറ്റ് അത് കുറേയൊക്കെ എൻ്റേതായിരിക്കില്ലേ. അത് പുറത്ത് വിടുക എന്ന് പറയുന്നത് എൻ്റെ കൂടി പെർമിഷൻ ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് ഒരു ഗ്രൂപ്പിന് അപ്പോൾ അത് അങ്ങനെ ഒരു അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ പറയുന്ന പോലെ അതിനെത്ര മറ്റേ കളക്ഷൻ കിട്ടിയെന്നും അല്ലെങ്കിൽ എൻ്റെ ലാഭം പരിപാടിയൊക്കെ ഒരു കൊളാബറേറ്റീവ് പരിപാടിയായിരിക്കണം. ഇപ്പം ഞാൻ നാളെ സുമേഷിൻ്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഞാൻ സുമേഷിനോട് കൂടി ചോദിക്കുക എന്ന് പറയുന്നൊരു മര്യാദ ഉണ്ട് എനിക്ക്. ഈ കാര്യം അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, ഒരു സഹജീവിനോടുള്ള റെസ്പെക്റ്റ് കൂടിയാണ്.
അപ്പം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അപ്പുറത്തേക്ക് എനിക്കിതിനെ കുറിച്ചിട്ട് ധാരണയോ അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിവുമില്ല. വിനയിലെ ഒരു നടനെ ഇപ്പം നടൻ ഇപ്പം തിരക്ക് നമ്മളെ എന്ത് നമ്മളുടെ ഈ തേച്ച് മിനുക്കുന്നതോറും എന്താണ് ബെറ്റർ ആവുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഓരോ സിനിമ കഴിയുന്തോറും വിനയിലെ നടനെ സ്വയം വിലയിരുത്തുന്നതും അത് പുതുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, എന്ത് പ്രൊസീജിയർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓർഗാനിക്കലി അങ്ങനെ പോവുകയാണോ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ ആരോട് പറഞ്ഞു, ഈ ചില സുഹൃത്തുക്കളാ എനിക്കൊരു റോൾ കടാന്നൊക്കെ പറയുന്ന പോലത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയും, എടാ നീയൊക്കെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ 100 കാര്യങ്ങളാണ് ഒരു ദിവസം ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ എന്തായാലും ഞാൻ ചിന്തിക്കുന്നതിൻ്റെ ഒരു 50ൻ്റെ മുകളിൽ ഞാൻ അഭിനയത്തിനെ കുറിച്ച് ചിന്തിക്കും. എൻ്റെ ചിന്തകൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സിനിമ കാണുന്നത് ഞാനൊരു പെർഫോമൻസ് വാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഒരു തവണയൊക്കെ നമ്മളത് ഇരുന്ന സിനിമ കാണും, പിന്നെ ഭയങ്കര പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ രണ്ടാമത് പഠിക്കാൻ വേണ്ടിയിട്ട് കാണും. അപ്പോൾ ഈ ഒരു നടൻ്റെ ഒരു തയ്യാറെടുപ്പ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാനിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു നടൻ, അദ്ദേഹം മരണപ്പെട്ടു. എനിക്ക് മറ്റേ ബ്ലാക്ക് പാന്തറായിട്ട് അഭിനയിച്ചത് ഷാഡ്വിക് ബോസ്മാൻ, അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പുള്ളീനോട് ആരോ ചോദിച്ചു പറയുന്ന പോലെ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു, അതായത് അദ്ദേഹം ആ ടൈമിന് ക്യാൻസറിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഈ ലോകം വിട്ടിട്ട് മറ്റേ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം എന്നോട് ചോദിക്കും, എനിക്ക് പറയാൻ പറ്റണം, ദൈവം നീ എനിക്ക് തന്ന കഴിവുകൾ മുഴുവൻ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത്. നമുക്കത് ഒരിക്കലും ഒരു ആക്ടറിനോ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡാണ്, അതിൻ്റെ മുഴുവൻ സാധ്യതകളും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു 20% കാര്യമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ള പരിപാടി എനിക്ക് ഉറപ്പുണ്ട്. ഇനി എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ വളരെ ചുരുക്കം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആത്മവിശ്വാസമായിരിക്കാം എന്നിരുന്നാലും. ഈ ഒരു ഫണ്ണായിട്ട് ചോദ്യമാണ്, അതായത് എപ്പോഴെങ്കിലും വിനയ് ഒരു സംഭവം ചെയ്തിട്ട് ഞാൻ കൊള്ളാം, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു സ്വയം ഒരു എന്താണ് പറയുക, ഒരു കുളിര് വരാന്നറിയില്ലേ? ഇപ്പോഴല്ല, ആ സമയത്ത് ചേട്ടാ എനിക്ക് നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകൾ ദൈവം നമുക്കറിയില്ല, നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ എനിക്കിത് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു മൂമെന്റ് ഉണ്ടായിട്ടുണ്ടോ? വളരെ രസകരമായിട്ട് അല്ല, അങ്ങനത്തെ മൊമെന്റുകൾ ചിലപ്പോൾ ഉണ്ടാവും. മൊമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. അത് ഈ പറയുന്ന നമ്മളീ പറയുന്ന ഗ്രേറ്റ് ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ പുറംകാലിന് അടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഫാമിലി ഡോൺ ബാലത്തറ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ പടം, മനോരമ മാക്സിലുണ്ട് ആ പടം. അപ്പോൾ ഫാമിലി ചെയ്തു. അപ്പോൾ ഫാമിലിയുടെ പ്രൊട്ടാഗണിസ്റ്റ് ഇപ്പോൾ ആ സിനിമ ഇപ്പോൾ ഇത്രത്തോളം എത്തിയോണ്ടൊക്കെ എനിക്ക് പറയാം, പീഡോഫൈൽ അയാൾ. അതായത് മറ്റേ ഒരു മറ്റേ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി. അപ്പോൾ ഒട്ടും എക്സ്പ്രസീവോ ഒന്നുമല്ല അയാൾ, പക്ഷെ അയാൾ സമൂഹത്തിൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നൊരു മനുഷ്യനാണ്. അപ്പം ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പിന്നീട് ആ സിനിമ കാണുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്യാണ്ട് ചെയ്തൊരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു. ഇയാൾ എപ്പോഴും മുണ്ടാവും കൊടുക്കുന്നു കൂടുതലും. അപ്പോൾ എപ്പോഴും ഇയാൾ മുണ്ടിങ്ങനെ ഉടുത്തിട്ട് മുണ്ടിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒതുങ്ങും. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എപ്പോഴും എനിക്കറിയാൻ ചെറിയൊരാളാണെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഇത്ര സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. കാര്യം എനിക്കറിയാമല്ലോ ഞാൻ ഇത്രയേ ഉള്ളൂ. പക്ഷെ അയാൾ ചെയ്തിരിക്കുന്ന, അപ്പോൾ എൻ്റെ അല്ലെങ്കിൽ വിനയ് എന്ന് പറയുന്ന ഒരാളുടെ നേച്ചർ ഇതാ, ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ല, പക്ഷെ ഇയാൾ ഒതുക്കും, മുണ്ടൊക്കെ ഇങ്ങനെ ഒതുക്കി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇത് ഞാൻ പ്ലാൻ ചെയ്തതല്ലല്ലോ. അപ്പം അങ്ങനെ മൊമെൻറ്റുകൾ നമുക്കുണ്ടാവും. ഈ നമ്മൾ സംശയത്തിലേക്ക് വന്നു കഴിഞ്ഞാലേ, ഇതിലെ കാസ്റ്റിംഗ് നോക്കുമ്പോൾ കാസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇപ്പൊ ലിജോ മോളും വിനയ് ആദ്യമായിട്ട് വരുന്നതാണ്. ഇപ്പൊ ലിജോ മോളി അടുത്ത കാലത്ത് ചെയ്ത സിനിമകളൊക്കെ എൻ്റെ ഒരു ഊഹം ശരിയാണ്, വളരെ സീരിയസ് അങ്ങനെ ഒരു ടൈപ്പ് കഥാപാത്രങ്ങളാണ്. പുള്ളിക്കാർ വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ. അതുകൊണ്ടാണോ പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ടാണ് കാസ്റ്റ് ചെയ്തത്? ഇതിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ. ഇപ്പോൾ സംശയം എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ട്, സംശയം എന്ന് പറയുന്ന സിനിമയുടെ എനിക്ക് ആസ് ആൻ ആക്ടർ എനിക്കൊരു ടേക്ക് വേണ്ടാവുമല്ലോ. അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ലിജോൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തപ്പോഴാണ്.
കാര്യം ലിജോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നമ്മുടെ സംശയത്തിൽ ഭയങ്കര ഫീൽ ഗുഡ് ലൈറ്റായിട്ട്, ഇപ്പോൾ ഞാൻ കുറച്ച് കോമഡി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ലിജോ ഭയങ്കര വേഴ്സറ്റൈലായിട്ടുള്ള ആക്ടറാണ്. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ നമുക്ക് അധികം ആളുകളില്ലാത്തതുകൊണ്ട് കണ്ടിന്യൂസ്ലി ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ ലിജോൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആട്ടം പോലെയുള്ള സിനിമകളിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പരിപാടി പിടിക്കുമ്പോൾ, ഞാനും സെറീനൊക്കെ കൂടി ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് ബാക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആട്ടം എന്ന് പറയുന്നൊരു സിനിമയിൽ ഞങ്ങളുടെ കാറിൻ്റെ സീക്വൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാർ കൊണ്ട് അവൾ കാർ നിർത്താൻ പറയും എന്നോട്. ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അത് 8 പേജാണുള്ളത്. 8 പേജാണുള്ളത്. 8 പേജ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത എത്ര? 1 മണിക്കൂറിലാണ്. 1 മണിക്കൂറിൽ 8 പേജ് ഷൂട്ട് ചെയ്തു. കാര്യം ഞങ്ങൾ ഓൾറെഡി ഫുള്ളി പ്രിപ്പയർഡാണ്. ഞാനും സെറിനും വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, സെറിനും പറഞ്ഞു നോക്കാം, ഇങ്ങനെ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത് നമുക്ക് പലതരത്തിലൊക്കെ പറഞ്ഞൊക്കെ നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടി റിയലൈസ് ചെയ്തിട്ടില്ല 8 പേജ് ഞങ്ങൾ 1 മണിക്കൂർ. പിന്നീട് എന്നോട് എപ്പോഴും എൻ്റെ പ്രൊമോഷൻ ആനന്ദ് സംസാരിച്ചപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ 8 പേജ് നമ്മൾ ഒരു മണിക്കൂറിൽ ഷൂട്ട് ചെയ്തു എന്നുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ലിജോൻ്റെ പരിപാടിയിലേക്ക് വരുമ്പോൾ ലിജോ ഇങ്ങനെ ഞങ്ങൾ സിനിമയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടേ ഇല്ല. വേറൊരു അപ്രോച്ചാണ്. കഥാപാത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നമ്മളെവിടെ മീറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ സിനിമയിൽ കാണാത്ത ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ള ഒന്നും സംസാരിച്ചിട്ടില്ല. ലൈൻസ് കൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കൽ കൂടി ഉണ്ടായിട്ടില്ല. പക്ഷേ എവിടെയോ നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് ആക്ഷൻ പറഞ്ഞ് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പറ്റും. നമുക്ക് ആ ക്യാരക്ടറിനേക്കും കാണുന്നത്. പിന്നെ ഭയങ്കര റിയലാണ് പുള്ളി, ഒട്ടും ഫേക്കല്ല. അഭിനയിക്കുമ്പോൾ ജീവിതത്തിലാണെങ്കിലും എൻ്റെ സിനിമയിലാണെങ്കിലും ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാനും ലിജോവും ഫ്രെയിമിൽ വെറുതെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് കഥാപാത്രങ്ങളെ കാണാൻ പറ്റും, ആക്ടേഴ്സിനെ കാണാൻ പറ്റില്ല. ഇത്ര വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ആണെന്നുള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഈസിലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ടാലൻറ്റും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം സത്യസന്ധരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സ്ക്രീനിലുണ്ട്. നമ്മൾ ലൈഫിലെ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഭയങ്കര ഫേക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ എല്ലാ ഗസ്റ്റിൻ്റെ അടുത്തും ഓൾമോസ്റ്റ് ഒരു സീനിയർ ആയിട്ടുള്ള എല്ലാ ഗസ്റ്റിൻ്റെ അടുത്തും ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഓർമ്മ ഞാൻ ഓൾറെഡി ചോദിച്ചു ഈ എക്സ്പീരിയൻസ് വെച്ച്. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കരിയറിൽ വരുന്ന ഉയർച്ച താഴ്ചകൾ വിജയവും പരാജയവും എത്രത്തോളം ബാധിക്കും, എങ്ങനെ ഇത് ഓവർകം ചെയ്യും, എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നാളിതുവരെയും ഞാൻ ഒരു സിനിമയുടെ വിജയത്തിൽ അതിയായി സന്തോഷിച്ചിട്ടില്ല. കാര്യം ഇതെല്ലാം ഒന്നും കോൺസ്റ്റൻ്റ് അല്ല ലൈഫിൽ, അല്ലേ? എന്താ ഒന്നും കോൺസ്റ്റൻ്റ് ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ പരാജയങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷം ഒന്നും കോൺസ്റ്റൻ്റ് അല്ല. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഭയങ്കര കുറച്ച് സമയമാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഞാൻ നാളെ എപ്പോഴും ചെയ്യുന്നത്, നമുക്ക് ഒരു നടൻ എന്നുള്ള തരത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത്. നിങ്ങൾ ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ മുകളിലേക്ക് എനിക്കൊരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ, അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ സാധിക്കണം. ആ സിനിമയുടെ വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്ത് പോകാമെന്നുള്ളതാണ്. പക്ഷേ റീസെൻ്റ്ലി എനിക്കൊരു തിരിച്ചറിവേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ആബ്സല്യൂട്ട്ലി ഒരു ബിസിനസ് എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു ലോഞ്ചിവിറ്റി സിനിമയിൽ വേണമെങ്കിൽ നിങ്ങൾ പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിനിമകൾ വർക്കായിരിക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇപ്പോൾ ആട്ടം, ഫാമിലി അല്ലെങ്കിൽ അത്തരം സിനിമകൾ, സോമൻ്റെ കൃതാവ് എന്നൊക്കെ പറയുന്ന സിനിമകൾ ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അത്തരം സിനിമകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എവിടെയോ വലിയ സിനിമകളിൽ നമ്മളുടെ സോളിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മിസ്സാകുകയും അതൊരു നടൻ എന്നുള്ള തരത്തിൽ തന്നെ ഭയങ്കര സോളിഡായിട്ട് ബാധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സിനിമ ഒരു ബ്രൂട്ടൽ ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ പ്രധാന വേഷത്തിൽ അഭിനയിക്കേണ്ട സിനിമകൾ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം സുമേഷാണ് പടത്തിന് നിങ്ങളൊരു 5-6 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഒരു സിനിമ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ബെയർ മിനിമം നമുക്ക് ആ പൈസ എങ്കിലും തിരികെ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ സിനിമയെ പാക്ക് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. എന്നാൽ മാത്രമേ നമ്മൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ എന്നെ ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളോട് ഡയറക്ടർ ആകുമ്പോൾ ആ ക്യാരക്ടറിന് വിനയനെ വിളിക്കാമെന്ന് പറയുന്നു.
എനിക്ക് സിനിമയെ ചൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പം നിങ്ങൾ എന്നോട് ഒരു തിരക്കഥ വന്ന് പറഞ്ഞ് എനിക്ക് മൈൻഡ് ബ്ലോയിങ് ആയി ഫീൽ ചെയ്തു എന്ന് വിചാരിച്ചു, അത് എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമകളുടെ കമേഴ്ഷ്യലായിട്ടുള്ള സക്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം ഇപ്പോൾ സംശയം പോലത്തെ ഒരു സിനിമ വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം ആ പ്രൊഡ്യൂസേഴ്സ് വെറും ബിസിനസ്സുകാരല്ല, അവരിൽ എവിടെയോ ആർട്ട് ലവേഴ്സ് ഉണ്ട്, അവർ സിനിമ ലവേഴ്സാണ്, സിനിമ സ്നേഹിക്കുന്ന ആളുകളാണ്. അതെ. അപ്പോൾ അത്തരം പിന്നെ ഞാൻ ഭയങ്കര ആവർത്തന വിരസമായിട്ടുള്ളൊരു കാര്യം പറയാണ്, മലയാള സിനിമ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ലോക സിനിമയിൽ അറിയപ്പെട്ടിരിക്കുന്നത് കാമ്പുള്ള മലയാള സിനിമകളുടെ പേരിൽ തന്നെയാണ്. അടൂർ സാറും അരവിന്ദൻ സാറും, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ലോഹിത സാറും അല്ലെങ്കിൽ MT സാറും, അങ്ങനത്തെ ലെജൻഡറി ആളുകൾ എഴുതപ്പെട്ടിട്ടുള്ള ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള മലയാളത്തിൻ്റെ റൂട്ടുള്ള സിനിമകളാണ്. ശരിയാണ്. അപ്പം അത്തരം സിനിമകൾ നിലനിൽക്കുക എന്ന് പറയുന്നത്, നമ്മൾ എവിടെയോ ഈ പറയുന്ന പോലെ തെലുങ്ക് സിനിമ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ലൗഡും നോയ്സിയും 100 കോടിയുടെ സിനിമകളുടെ അപ്പുറത്തേക്ക് ഭയങ്കര ആത്മാവുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകേണ്ട ആവശ്യകത കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. തീർച്ചയായിട്ടും.